അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമളാൻ ഖുർആൻ ഇറക്കപ്പെട്ട ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമളാൻ മാസം. അതുകൊണ്ട് ധാരാളം ഖുർആൻ പാരായണം ചെയ്യണം. നമ്മുടെ മദ്ഹബിലെ ഇമാമായ ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി എല്ലാ ദിവസങ്ങളിലും ഓരോ ഖത്തം ഓതുന്ന മഹാനായിരുന്നു. റമളാൻ ആയാൽ രണ്ട് ഖത്തം വീതം, അതായത് 30 നോമ്പ് കിട്ടിയാൽ 60 ഖത്തം തീരുന്ന ഒരു നിലക്കായിരുന്നു ഷാഫി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി ഇവിടെ ജീവിതം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ഖുർആൻ ധാരാളം പാരായണം ചെയ്യാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ അദബുകൾ പാലിച്ചുകൊണ്ട്, അതിന്റെ എല്ലാ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് സാവധാനം ഓതുക എന്നുള്ളതാണ്. അർത്ഥം മനസ്സിലാക്കിക്കൊണ്ടാണ് അത് ഓതേണ്ടത്. മഹാന്മാർ പഠിപ്പിക്കുന്ന 5 കാര്യം, അതായത് മനസ്സിനെ ശുദ്ധിയാക്കാനുള്ള 5 കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമതായി പറയുന്നത് ഖിറാഅത്തുൽ ഖുർആൻ ബി തദബ്ബുരിൽ മാന, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. ദവാഉ ഖൽബിൻ ഖംസത്തുൻ ഫതിലാവത്തുൻ ബി തദബ്ബുരിൽ മാന, അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ് അതിൽ ഒന്നാമതായി പറയുന്നത്. അപ്പൊ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അതിന്റെ നിയമങ്ങൾ പാലിക്കുക മാത്രമല്ല, അതിലെ സുന്നത്തുകളും പാലിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ സുജൂദ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അപ്പോൾ സുജൂദ് ചെയ്യാനുള്ള ആ 14 സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യുക. അതുപോലെ തന്നെ അള്ളാഹു നരകത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിനെ തൊട്ട് കാവൽ തേടുക. അതുപോലെ തന്നെ സ്വർഗത്തിനെ കുറിച്ച് പറയുമ്പോൾ സ്വർഗം തേടുക. അതുപോലെ തന്നെ തസ്ബീഹ് ചെല്ലാൻ പറയുമ്പോൾ തസ്ബീഹ് ചെല്ലുക. അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാക്കിമീൻ എന്ന സൂറത്ത് തീന് ഓതിക്കഴിഞ്ഞാൽ ബലാ വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ എന്ന് പറയുക. അതുപോലെ തന്നെ സൂറത്തുർ റഹ്മാനിലെ 31 പ്രാവശ്യം ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബ എന്ന് ആവർത്തിച്ച് പറയുന്നു. ആ സന്ദർഭത്തിൽ വലാ ബിശൈഇൻ മിൻ നിഅമിക റബ്ബനാ നുകദ്ദിബു ഫലക്കൽ ഹംദു എന്ന ആ ഒരു മറുപടി അവിടെ നൽകുക. അതുപോലെ തന്നെ ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അദീം എന്ന് പറയുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അദീം എന്നും, ഇങ്ങനെ എവിടെയെല്ലാം അല്ലാഹു തആല നമ്മളോട് ചോദിക്കുന്നുണ്ടോ അവിടെയെല്ലാം അതിലേക്ക് മറുപടി പറയുക. അല്ലാഹു ഒരു ഹിസാബ് എടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും എന്ന് പറഞ്ഞിട്ട് നമ്മളാണ് ഹിസാബ് എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള സൂറത്തുൽ ഗാശിയയിലെ അവസാനത്തിൽ നമ്മൾ പറയുക എന്താണ്? അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത ബിഗൈരി ഹിസാബ്, അല്ലാഹുമ്മ അദ്ഖിൽനൽ ജന്നത ബിഗൈരി ഹിസാബ് എന്നോ അല്ലെങ്കിൽ അല്ലാഹുമ്മ യസ്സിർ ഹിസാബന എന്നോ നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ സൂറത്തുൽ മുൽക്ക് കഴിഞ്ഞാൽ ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ മൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്കുള്ള ഈ ലോകത്തുള്ള വെള്ളമെല്ലാം അല്ലാഹു വറ്റിച്ചു കളഞ്ഞാൽ നിങ്ങൾക്ക് ആരാണ് ശുദ്ധജലം നൽകുക എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ പറയണം അല്ലാഹു റബ്ബുൽ ആലമീൻ. അപ്പൊ സൂറത്തുൽ മുൽക്ക് കഴിഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്ന ദിക്ർ ചൊല്ലുക. അങ്ങനെ ഒരുപാട് സുന്നത്തുകൾ പാലിക്കാനുണ്ട്. അല്ലാഹു തആല അതെല്ലാം പാലിച്ച് നന്നായ ഖുർആനോദി, ഖുർആൻ പരലോകത്ത് നമുക്ക് സാക്ഷി നിന്ന് ഖുർആന്റെ ശുപാർശ കൊണ്ട് സ്വർഗത്തിൽ കടക്കുന്നവരിൽ അല്ലാഹു നമ്മളെ പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.